ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്കാൻ വ്യൂ. ഇന്ന് നമ്മൾ സാധാരണ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത്. കാരണം എല്ലാവർക്കും എംബ്രോയ്ഡറി ചെയ്യാൻ അറിയണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. എന്നാൽ ഹെവി ലുക്ക് തരാനും നമുക്കിത് ഹെൽപ്പ് ചെയ്യും. അതിനായിട്ട് നമ്മൾ ബട്ടൺ ഹൗസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോർഡർ വർക്കിന് പറ്റിയതും സ്ലീവ്സിന് പറ്റിയതും നെക്കിന് പറ്റിയതുമായിട്ടുള്ള ഇങ്ങനത്തെ റെഡിമെയ്ഡ് പാച്ചസ് അവർ തന്നെ നെറ്റ് ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പലതരം ഡിസൈൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലത്തെ ഒരു ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ നെറ്റിൻ്റെ പീസ് രണ്ടും ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് നമ്മളുടെ സ്ലീവിൻ്റെ എഡ്ജിൽ ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. സ്ലീവ് ഇവിടെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി നേരത്തെ മടക്കി അടിച്ച ശേഷമാണ് ഫ്രെയിമിലേക്ക് തൽക്കാലം ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഫ്രെയിം തന്നെ വേണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റപ്പിൽ വെച്ചിരിക്കുകയാണ്. 18 ഇഞ്ച് ഫ്രെയിമിൽ എൻ്റെ ഈ സ്ലീവ് കൊള്ളില്ല. ശേഷം നമ്മൾ അത്ര വേണ്ടല്ലോ സ്ലീവും, അതുപോലെ ഗോൾഡൻ കളർ ത്രെഡ്. അപ്പോൾ ഈ പാച്ചസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ തുണിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കണം. നെറ്റിന്റെ ആ ഒരു പീസ് ഉള്ളിലേക്ക് വെച്ച ശേഷം അപ്പോൾ പാച്ചസ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ B7 ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് പലതരം പാച്ചസ് അവൈലബിൾ ആണ്, പല ഡിസൈനിൽ. ഇതിപ്പോൾ ഇങ്ങനെ 4 ലൈനായിട്ടാണ് പാച്ചിരിക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അതല്ലാണ്ട് നമുക്ക് പല മോഡൽ സിഗ്സാഗിൽ അങ്ങനെ പല മോഡലിൽ ചെയ്തെടുക്കുമ്പോൾ അത് നമ്മൾ തുണിയിലേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കണം. അതുപോലെ ഈ പാച്ചിൻ്റെയൊക്കെ ക്വാളിറ്റി, സ്റ്റിച്ചിങ് ക്വാളിറ്റിയും നോക്കണം, ബീഡ്സിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കണം. കാരണം ചിലത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് ഓരോ ബീഡായിട്ടാണ് നമ്മൾ കോർക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ബീഡ് മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലങ്ങനെ പറ്റില്ല. കാരണം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ പകുതി വെച്ചിട്ട് ആ ബീഡിൽ കളർ പോയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ളൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ പിന്നെ വെട്ടി മാറ്റി പിന്നെ വേറെ അറ്റാച്ച് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ അത് മാത്രമാണ് ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. ബീഡ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ത്രൂ ഔട്ട്, ഇപ്പോൾ 1 മീറ്ററാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇപ്പോൾ സ്ലീവിന് മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 1/2 മീറ്റർ മതിയാവും. പക്ഷേ നെക്കിനും സ്ലീവിനും ബാക്ക് നെക്കിനും ഒക്കെ കൂടി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയാണോ വാങ്ങിക്കുന്നത് അത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് നോക്കിയ ശേഷം മാത്രം വാങ്ങിക്കുക. അപ്പോൾ പല സ്ഥലങ്ങളിലും ബീഡ്സ് കഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാതെ ബ്ലാക്ക് കളറിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താവും നോട്ട് ചെയ്യുക. അതല്ല നിങ്ങൾ അത് മാത്രമാണ് എടുത്ത ശേഷം റെഡിമെയ്ഡ് അറ്റാച്ച് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നെങ്കിൽ താഴെ 4 ഇഞ്ച് വിടാൻ മറക്കരുത്. തീരെ സമയമില്ലാത്തത് എന്നിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അത് എല്ലാം നോക്കിയിട്ടാണ് പിന്നീട് എടുത്തിരിക്കുന്നത്, ബീഡ്സും അതേപോലെ തന്നെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആ ലൈനിങ്ങിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ സ്റ്റിച്ചുകൾ അഴിഞ്ഞു പോവാത്ത നല്ല ക്വാളിറ്റി. അതേപോലെ തന്നെ സ്ലീവ് മാർക്ക് ചെയ്തെടുക്കുമ്പോൾ സെൻട്രലിൽ ക്വാളിറ്റി ഒരു 5.5 ഇഞ്ചാണ് നിങ്ങളുടെ കയ്യിൻ്റെ വണ്ണം അത് മുഴുവനെങ്കിൽ നിങ്ങൾ ഒരു 5.25 ഇഞ്ചിൽ വർക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഇതേപോലെ നമ്മൾ 5.25 ഇഞ്ച് തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിവർത്തി വെച്ചിട്ട് വർക്ക് ചെയ്യാം. കാരണം ഇൻ കേസ് നമ്മൾ വല്ല തടി കൂടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾട്രേഷൻ വേണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കല്ലും കുന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പൊട്ടിച്ചെടുക്കാൻ. പിന്നെ ഇങ്ങനത്തെ റെഡിമെയ്ഡ് പാച്ചസ് ആകുമ്പോൾ നമ്മൾ തല്ലി കൊഴിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നായിട്ട് അഴിഞ്ഞു പോരാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞാണേ. അപ്പോൾ ഇത് നമ്മളൊന്ന് തുന്നിയെടുക്കുകയാണ്. എന്നിട്ട് താഴെ നമ്മൾ കെട്ടിട്ട് നിർത്തുന്നു. അത് കൂടാതെ നമ്മൾ അവിടെയും കൂടി ഗ്ലൂ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കും കേട്ടോ. കാരണം പിന്നെ നമ്മൾ കൊടുത്ത സ്റ്റിച്ചസിന് എന്തെങ്കിലും കുഴപ്പം കാരണം അത് അഴിഞ്ഞു പോരരുതല്ലോ, അതുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് വേണമെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബോർഡർ നമുക്ക് കിട്ടിയല്ലോ. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള സ്റ്റിച്ചസും ബാക്കിയുള്ള എംബ്രോയ്ഡറിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഞാനിവിടെ കുറച്ച് കുന്തൻ സ്റ്റോൺസ് ഒട്ടിക്കുന്നുണ്ട്. അത് കൂടാതെ ചെറിയ ഒരു ബുട്ട വർക്ക് ഓൾ ഓവർ ദ സ്ലീവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഫ്രെയിമിൽ നിന്ന് അഴിച്ചിട്ട് താഴെ ഒരു കാർഡ്ബോർഡ് പോലെ ഒരു പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും താഴെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡോ എന്തെങ്കിലും ഒരു ഷീറ്റ് വെക്കണം, അത് മറക്കരുത്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ഒക്കെ ആവുമ്പോൾ നല്ല ഉള്ളിലേക്ക് പിടിക്കും. എന്നിട്ട് ഇതുപോലത്തെ ഞാൻ റെയിൻ ഡ്രോപ്പ് ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോൺസ് ആണ്, ഗോൾഡൻ കളർ കുന്തൻ സ്റ്റോൺസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടിക്കാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ B7000 ആണ്. അതിനെക്കുറിച്ചിട്ടും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മൾ ആ ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അത് അപ്പം തന്നെ നമ്മൾ ക്ലോസ് ചെയ്തും വെക്കണം, അതല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ഗമ്മ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതാവും.
ഇനി നമ്മൾ താഴെ കൊടുത്തത് പോരാതെ നമ്മൾ ഒരു ബോർഡിൻ്റെ മുകളിൽ നമ്മൾ ഓരോ സ്കാറ്റർ ചെയ്തിട്ട് ഇതേപോലെ നമ്മളൊരു ഓഫ് ഡ്രോപ്പ് ഷേപ്പിലുള്ള തന്നെ സ്മോൾ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പേൾസ്. അതാണ് നമ്മൾ ബോർഡർ പോലെ കൊടുക്കാൻ പോകുന്നത്. കാരണം ഇവരുടെ സ്കേർട്ട് പോർഷൻ വരുന്നത് അങ്ങനെ ഒരു ഓഫ് വൈറ്റും അതേപോലെ ഈ ഒരു വൈൻ കളർ കോമ്പിനേഷൻ ബോർഡറും ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തത്. ഇനിയിത് സാധാരണ സൂചിയും നൂലും തന്നെയാണ്. ഈ ഡ്രോപ്പ് ഷേപ്പ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ വളരെ ഈസിയാണ്, പക്ഷേ ആ ഒരു നല്ല ഡിസൈനിൽ ഒരു പെർഫെക്ഷനിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ആ ഒരു ഡ്രോപ്പിൻ്റെ ഏറ്റവും അറ്റത്തുനിന്ന് നമ്മൾ സൂചി കുത്തിയെടുത്തിട്ട് ഈ ഒരു കുന്തൻ സ്റ്റോണിന് നമുക്ക് 11 ബീഡ്സാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. 10 ബീഡ് ആകുമ്പോൾ തന്നെ ആക്ച്വലി ഇത് കംപ്ലീറ്റ് ആവുന്നുണ്ട്. പിന്നെ ആ 11ാമത്തെ ബീഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് കയറ്റി വെച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു എന്താ പറയുക എൻഡിങ് പോർഷൻ ഉണ്ടല്ലോ, ഷാർപ്പായിട്ടുള്ള എഡ്ജ് നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 11 നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് ശ്രദ്ധിക്കുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള 3 സൈഡും കൂടി ഇതുപോലെ കുത്തിയെടുത്തിട്ട് ലോക്ക് ചെയ്യുക. ആ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. അതും നമ്മൾ കറക്റ്റ് സ്പേസിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിൽ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെല്ലാം തുന്നി കഴിഞ്ഞ ശേഷം ഈ ഒരു ത്രെഡിൽ കൂടെയും കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയാകുമ്പോൾ പിന്നെ അത് മൂവ് ചെയ്യേയില്ല. ഇങ്ങനെ 2-3 കെട്ടിടുക. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റോണിൻ്റെ ചുറ്റും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ലൊരു മോട്ടീഫ് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുർത്തീസിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നെക്കിൽ യൂസ് ചെയ്യാം, ബ്ലൗസസിലോ അല്ലെങ്കിൽ ഏത് ഡ്രസ്സിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു മോട്ടീഫാണ്. പിന്നെ നെക്കിൻ്റെ വർക്ക് എനിക്ക് സത്യത്തിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാനിവിടെ 2 തരം സ്റ്റോൺ ചെയിനാണ്, ഒന്ന് ഗോൾഡും ഒന്ന് വൈറ്റും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഷുഗർ ബീഡല്ല, ഈ വൈറ്റ് കളർ പേള് കുറച്ച് വലിയ സൈസ് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് തുന്നിക്കൊടുത്തു. അതിൻ്റെ ചുറ്റും ഈ ചെറിയ ബീഡ്സും തുന്നിക്കൊടുത്തു. സെൻറ്ററിൽ മാത്രം നമ്മൾ ഇതുപോലൊരു ഫ്ലവർ പോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ റൈസ് ബീഡ്സ് യൂസ് ചെയ്തിട്ട്. ബാക്കിയുള്ള ഗ്യാപ്പിൽ ഞാൻ ഇതേ കുന്തൻ സ്റ്റോൺസാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം അവർ ഷോൾ ഇടുന്നത് ഒരു സൈഡിലേക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ആ സൈഡ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ക്രോപ്പ് ടോപ്പ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ഞാൻ നമ്മളുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ കുറേ ടിപ്സ് നമ്മൾ ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾ ചാനലിലൊന്ന് കയറി കണ്ടു നോക്കൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.